ഭാഗം 2 പുസ്തകം 4 അധ്യായം 8 ഈജിപ്തിലേക്കുള്ള പലായനം. രാവിന്റെ നിശബ്ദതയിൽ തിരുക്കുടുംബം സ്വർഗീയ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അജ്ഞാതമായ ദേശത്തേക്ക് യാത്രയായി. തങ്ങളുടെ ശിശുവിനെ എങ്ങനെ സംരക്ഷിക്കും? ദീർഘമായ ഈ യാത്രയ്ക്കിടയിൽ എന്തൊക്കെ സംഭവിക്കാം? എന്ന് ഈ യാത്ര അവസാനിക്കും? ഈജിപ്തിലെ അവസ്ഥ എന്തായിരിക്കാം? അവിടെ അവർ തീർത്തും പരദേശികളായിരിക്കുകയില്ലേ? യാത്രയ്ക്കിടയിൽ ശിശുവിന് നേരിടുന്ന അസ്വസ്ഥതകളെ എങ്ങനെ നേരിടും? ഇപ്രകാരമുള്ള ചിന്തകളും ചോദ്യങ്ങളും അവരെ ഏറെ മഥിച്ചു. എന്നാൽ 10,000 സ്വർഗീയ മാലാഖമാരുടെ ഗണം മിന്നിത്തിളങ്ങുന്ന ഉടയാടകൾ അണിഞ്ഞ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷരായി അവരുടെ മുൻപിലെ ഇരുളിനെ വെട്ടിത്തിളങ്ങുന്ന പകലാക്കി മാറ്റി. തിരുക്കുടുംബം യാത്രയാരംഭിച്ചപ്പോൾ മാലാഖമാർ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവതാരം ചെയ്ത വചനത്തെ ആരാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് അവർ പ്രത്യേകമായി അഭിവാദനങ്ങൾ അർപ്പിച്ചു. ദൈവനിയോഗപ്രകാരം യാത്രാവേളയിൽ അവർക്ക് കാവൽക്കാരും വഴികാട്ടികളുമായി സദാ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി അവരെ ആശ്വസിപ്പിച്ചു. വിശുദ്ധ യൗസേപ്പും തിരുക്കുടുംബത്തെ വഹിച്ചിരുന്ന വാഹനമായ മൃഗവും ഗാസയിലെത്തിയപ്പോഴേക്കും ക്ഷീണിതരായിത്തീർന്നു. അതുകൊണ്ട് ആ സ്ഥലത്ത് തിരുക്കുടുംബം 2 ദിവസം വിശ്രമിച്ചു. അവരോടൊപ്പമുണ്ടായിരുന്ന വിശുദ്ധ എലിസബത്തിന്റെ ഭൃത്തിനെ അവർ മടക്കി അയച്ചു. തങ്ങളുടെ വാസസ്ഥലത്തെപ്പറ്റി ആരോടും പറയരുതെന്ന് പ്രത്യേകം നിർദ്ദേശം അയാൾക്ക് കൊടുത്തു. എന്നാൽ ദൈവം തന്റെ പ്രത്യേക ഇടപെടലിലൂടെ ഇതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ തിരുക്കുടുംബത്തിന്റെ രഹസ്യം സംരക്ഷിച്ചു. പലായന യാത്രയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഭൃത്തിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയപ്പെട്ടു. എലിസബത്തിന് നൽകാനുള്ള സന്ദേശം മാത്രമേ അയാൾ ഓർമ്മിച്ചിരുന്നുള്ളൂ. എലിസബത്ത് അവൾക്ക് നൽകിയിരുന്ന സമ്മാനങ്ങളെല്ലാം പരിശുദ്ധ മറിയം വഴിയാത്രയിൽ കണ്ടുമുട്ടിയ പാവങ്ങളെ സഹായിക്കാനായി ചെലവഴിച്ചു. അവർക്ക് ഉപഹാരമായി കിട്ടിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധ യോസേപ്പിനും ശിശുവിനും യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ തയ്ച്ചെടുത്തു. അവരുടെ കൈവശമുണ്ടായിരുന്ന മറ്റു പല വസ്ത്രങ്ങളും ഇപ്രകാരം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. പരിശുദ്ധ അമ്മ എപ്പോഴും ദൈവിക അത്ഭുതങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ അധ്വാനപൂർണമായ ജീവിതം നയിച്ചു. ഗാസയിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ അവർ 2 മരണാസന്നരായ രോഗികൾക്ക് സൗഖ്യം നൽകി. അതുപോലെ അംഗവിഹീനയായ ഒരു സ്ത്രീക്ക് പൂർണ്ണ സൗഖ്യവും നൽകി. തന്റെ സംഭാഷണത്തിലൂടെ അവൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവരുടെ ആത്മാക്കളെ ദൈവിക ജ്ഞാനത്താൽ പൂരിതരാക്കി. എന്നാൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പും ആരോടും തങ്ങളുടെ സ്വദേശത്തെപ്പറ്റിയോ യാത്രാ ഉദ്ദേശത്തെപ്പറ്റിയോ വെളിപ്പെടുത്തിയില്ല. എന്തെന്നാൽ അവരുടെ സത്പ്രവൃത്തികളുടെ പ്രശസ്തിക്കൊപ്പം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രസിദ്ധമാക്കപ്പെട്ടാൽ ഹെരോദേസിന്റെ കിങ്കരന്മാർ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ പിന്തുടർന്ന് പിടികൂടാൻ സാധ്യതയുണ്ടായിരുന്നു. ഗാസയിലെ താമസത്തിനു ശേഷം അവർ ആ നഗരം വിട്ട് ഈജിപ്തിലേക്കുള്ള യാത്ര തുടർന്നു. മനുഷ്യവാസമുള്ള പാലസ്തീന പ്രദേശം കടന്ന് മണൽ കാടുകളിലൂടെ 200-ലധികം മൈലുകൾ താണ്ടി അക്കാലത്ത് ഫീലിയോപോളിസ് എന്നറിയപ്പെട്ടിരുന്ന കെയ്റോ നഗരത്തിലെത്തി യാത്ര അവസാനിപ്പിച്ചു. മണൽ കാടുകൾ നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര വളരെ സാവകാശമായിരുന്നു. വഴിയിൽ തങ്ങാൻ സത്രങ്ങളോ വീടുകളോ ഉണ്ടായിരുന്നില്ല. മരുഭൂമി യാത്രയ്ക്കിടയിൽ പരിശുദ്ധ അമ്മ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചു. എങ്കിലും അമ്മ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ദിവ്യ ശിശുവിന്റെയും വിശുദ്ധ യോസേപ്പിന്റെയും ബുദ്ധിമുട്ടുകളോർത്തും പരിശുദ്ധ അമ്മ വ്യസനിച്ചിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെയും ദിവ്യ പൈതലിന്റെയും ക്ലേശങ്ങൾ കുറയ്ക്കാൻ താൻ ചെയ്യുന്ന കാര്യം അപര്യാപ്തമാണെന്നോർത്ത് വിശുദ്ധ യോസേപ്പും ദുഃഖിച്ചു. 400-ലധികം മൈൽ ദീർഘിച്ച മരുഭൂമി യാത്രയ്ക്കിടയിൽ അവർക്ക് തലചായ്ക്കാനൊരിടം ലഭിച്ചില്ല. മാത്രമല്ല അത് മഞ്ഞുകാലവുമായിരുന്നു. യാത്ര നടക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ വിശുദ്ധീകരണ കർമ്മത്തിനു ശേഷം 6 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു. പലായനത്തിന്റെ ആദ്യ രാത്രി അവർ ഒരു ചെറിയ കുന്നിന്റെ അടിവാരത്ത് കഴിച്ചുകൂട്ടി. പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനെ കയ്യിലേന്തി വെറും മണ്ണിൽ ഇരുന്നു. ഗാസയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഭക്ഷണം അവർ ഒരുമിച്ചു കഴിച്ചു. ഈ സമയം അമ്മ ദിവ്യ ഉണ്ണിക്ക് സ്തനപാനം നൽകി. കുഞ്ഞിന്റെ സംതൃപ്തിയിൽ ആനന്ദിച്ചു. മരുഭൂമിയിലെ കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി വിശുദ്ധ യോസേപ്പ് തന്റെ മേലങ്കി അഴിച്ച് ഏതാനും കമ്പുകൾ ഉറപ്പിച്ച് അതിൽ വസ്ത്രം വിരിച്ച് ഒരു ചെറിയ കൂടാരം നിർമ്മിച്ചു. ഈ രാത്രിയിൽ 10,000 മാലാഖമാർ പ്രത്യക്ഷരായി തിരുക്കുടുംബത്തിന് കാവൽ നിന്നു. ദിവ്യ ശിശു തന്റെയും തന്റെ മാതാപിതാക്കളുടെയും സഹനങ്ങളെ ദൈവപിതാവിന് സമർപ്പിക്കുന്നതായി ദൈവജനനി തിരിച്ചറിഞ്ഞു. ഇപ്രകാരമുള്ള സമർപ്പണത്തിലും പ്രാർത്ഥനയിലും അമ്മ മകനോടൊപ്പം പങ്കാളിയായി രാത്രിയാമങ്ങൾ ചെലവഴിച്ചു. അമ്മ മാലാഖമാരോടും ദൈവത്തോടും ദിവ്യ സംഭാഷണത്തിൽ മുഴുകിയ നേരത്ത് തന്റെ മടിയിൽ കിടന്നിരുന്ന മകൻ നിദ്രയിലാണ്ടു.
വിശുദ്ധ യോസേപ്പ് വെറും നിലത്ത് കിടന്നുറങ്ങി. തല ചായ്ക്കാനായി സ്വന്തം വസ്ത്രങ്ങളും മറ്റു സാമഗ്രികളും സൂക്ഷിച്ചു വച്ചിരുന്ന പെട്ടി ഉപയോഗിച്ചു. 2-ാം ദിവസം അവർ യാത്ര തുടർന്നു. എന്നാൽ വഴിയിൽ വച്ച് അവർ കയ്യിൽ കരുതിയിരുന്ന പഴങ്ങളും അപ്പവും തീർന്നുപോയി. ആദ്യ ദിനങ്ങളിൽ രാത്രി 9 മണിയാകുന്നതുവരെ അവർ ഭക്ഷണമൊന്നും കഴിച്ചില്ല. കയ്യിൽ കരുതിയിരുന്ന മോശമായിക്കൊണ്ടിരുന്ന ഭക്ഷണമാണ് അതുവരെ അവരെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചിരുന്നത്. യാത്രാക്ലേശവും വിശപ്പും വീർപ്പുമുട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ നിത്യപിതാവിന്റെ പക്കൽ തന്റെ ആത്മഗതം അറിയിച്ചു. നിത്യനും ഉന്നതനും സർവശക്തനുമായ ദൈവമേ, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അവിടുത്തെ ഔദാര്യത്തെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ അയോഗ്യയായിരുന്നിട്ടും അവിടുന്ന് ചൊരിഞ്ഞ കരുണയാണ് എനിക്ക് ജീവനും സുരക്ഷിതത്വവും നൽകിയത്. ഞാൻ വെറും ധൂളി മാത്രമാണ്. ഈ വരദാനങ്ങൾക്കു വേണ്ട വിധത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ അനുഗ്രഹം യാചിക്കും? എന്നാലും എന്റെ കർത്താവായ പിതാവേ, നിന്റെ ഏകപുത്രനെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് തരണമേ. മനുഷ്യരക്ഷയ്ക്കായി നൽകിയ രക്ഷകനെ അങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എന്നാൽ തിരുക്കുടുംബത്തെ പ്രകൃതി ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ ദൈവം തിരുമനസ്സായി. അതുവഴി അവരുടെ ദുരിതങ്ങൾ വർദ്ധിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാപൂർവകമായ നിലവിളി കൂടുതൽ തീക്ഷ്ണമാക്കാൻ ദൈവം ആഗ്രഹിച്ചു. ആ സമയം മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. ഇതവരെ കൂടുതൽ ക്ലേശിപ്പിച്ചു. 50 ദിവസം പോലും പ്രായമാകാത്ത തന്റെ ശിശുവിന്റെ അവസ്ഥ അമ്മയെ കൂടുതൽ വേദനിപ്പിച്ചു. കുഞ്ഞിനെ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആവും വിധം അവൾ ശ്രമിച്ചു. എങ്കിലും ശിശു തണുത്തു വിറയ്ക്കുകയും അമ്മയ്ക്ക് അത് കൂടുതൽ ദുഃഖം സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ മാതാവ് ദുഃഖാധിക്യത്താൽ കണ്ണീർ വാർത്തു. ഒടുവിൽ പ്രപഞ്ചശക്തികളുടെ മേൽ തനിക്കു നൽകപ്പെട്ടിരുന്ന അധികാരം അവൾ ഉപയോഗിച്ചു. പ്രപഞ്ചശക്തികളോട് അവയുടെ സ്രഷ്ടാവിന്റെ മേൽ തങ്ങളുടെ ക്ഷോഭം പ്രകടിപ്പിക്കരുതെന്നും പകരം തന്റെ മേൽ മാത്രം ആയിക്കൊള്ളട്ടെയെന്നും അവൾ ആജ്ഞാപിച്ചു. ഉടനെ കൊടുങ്കാറ്റ് ശാന്തമായി. മാതാവിനെയും ശിശുവിനെയും സ്പർശിക്കാൻ ഭയപ്പെട്ട് അവ മാറി നിന്നു. ഈ കരുതലിനും സ്നേഹ സംരക്ഷണത്തിനും പ്രത്യുപകാരമായി ഉണ്ണിയേശു തന്റെ മാലാഖമാരെ വിളിച്ച് തന്റെ അമ്മയെ ശുശ്രൂഷിക്കാനും പ്രകൃതിക്ഷോഭത്തിനെതിരെ പ്രതിരോധം തീർക്കാനും ഉത്തരവ് നൽകി. മാലാഖവൃന്ദം അപ്പോൾ തന്നെ തിരുക്കുടുംബത്തിനു ചുറ്റും പ്രകാശവലയം തീർത്തു. ഇപ്രകാരം ലോകത്തിലെ സമ്പന്നർക്കോ ശക്തരായ അധികാരികൾക്കോ നൽകാനാവാത്ത അപ്രതിരോധ്യമായ സംരക്ഷണം തിരുക്കുടുംബത്തിന് നൽകപ്പെട്ടു. ഇത്തരത്തിലുള്ള സംരക്ഷണം യാത്രയുടെ പല സന്ദർഭങ്ങളിലും അവർക്ക് ലഭ്യമായിരുന്നു. എങ്കിലും അവർ ഭക്ഷണം കിട്ടാതെ വളരെയധികം വലയുകയും സ്വന്തം അധ്വാനം കൊണ്ട് നേടാൻ കഴിയാത്ത പല ആവശ്യങ്ങൾക്കു വേണ്ടിയും ബുദ്ധിമുട്ടുകയും ചെയ്തു. മറിയത്തിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് പാഥേയമൊരുക്കാൻ കർത്താവ് മാലാഖമാരെ നിയോഗിച്ചു. മാലാഖമാർ തിരുക്കുടുംബത്തിന് കഴിക്കാൻ ഏറ്റവും നല്ല ഫലങ്ങളും മധുരതരമായ പാനീയങ്ങളും കൊണ്ടുവരുകയും അവരുടെ കരങ്ങളാൽ തന്നെ വിളമ്പുകയും ചെയ്തു. ആഹാരത്തിനു ശേഷം എല്ലാ സൃഷ്ടികൾക്കും ഭക്ഷണം നൽകി ദരിദ്രരെ സമ്പന്നരാക്കുന്ന സത്യദൈവത്തിന് അവർ കൃതജ്ഞതയർപ്പിച്ചു. മരുഭൂമിയിൽ ദൈവമൊരുക്കിയ ഈ മധുര വിരുന്ന് അതിന് സ്വഭാവത്താലെ പഴയ നിയമത്തിലെ മറ്റൊരു വിരുന്നിന്റെ കഥയോർമ്മിപ്പിക്കുന്നു. ജസബൽ രാജ്ഞിയുടെ കോപത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ഇതേ മരുഭൂമിയുടെ ഹോറബിലേക്ക് പലായനം ചെയ്ത ഏലിയ പ്രവാചകന് ഭക്ഷിക്കാൻ അടയും കുടിക്കാൻ വെള്ളവും എത്തിച്ചു കൊടുത്ത സംഭവത്തിന്റെ ഓർമ്മകൾ ഉണരുന്ന അനുഭവം. 1 രാജാക്കന്മാർ 19:3-6. ഒടുവിൽ തിരുക്കുടുംബം ഈജിപ്തിലെത്തി. ദിവ്യശിശു മാതാവിന്റെ കരങ്ങളിലിരുന്ന് ആ രാജ്യത്തിലെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. സാത്താന്റെ ബന്ധനത്തിലായിരുന്ന ആ ദേശത്തിന്റെ മോചനത്തിനായി പിതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെയുണ്ടായിരുന്ന വിഗ്രഹങ്ങളിൽ ആവസിച്ചിരുന്ന പിശാചുകളെ പുറത്താക്കി. അവയെ നിത്യ അന്ധകാരത്തിന്റെ ഗർത്തങ്ങളിലേക്ക് തള്ളി. ആകാശങ്ങളിൽ നിന്ന് വരുന്ന അഗ്നിപാതകൾ പോലെ ആ വിഗ്രഹങ്ങൾ നിലം പൊത്തി. ആ ദുഷ്ടാരൂപികൾ നിത്യനരകത്തിന്റെ അഗാധങ്ങളിൽ പതിച്ചു. ആ നിമിഷം വിഗ്രഹങ്ങൾ പൊട്ടിത്തകർന്നു. ബലിപീഠങ്ങൾ ചിന്നിച്ചിതറി. ക്ഷേത്രങ്ങൾ നിലം പൊത്തി. രക്ഷാകര ചരിത്രത്തിലെ സഹകാരിണി എന്ന നിലയിൽ പരിശുദ്ധ അമ്മ ഈ സംഭവങ്ങളെയെല്ലാം അറിയുകയും തന്റെ മകന്റെ പ്രാർത്ഥനകളോടൊപ്പം തന്റെ പ്രാർത്ഥനകളും ചേർത്തുവയ്ക്കുകയും ചെയ്തു. ഈ അസാധാരണ സംഭവങ്ങൾ കണ്ട് ഈജിപ്തിലെ ജനങ്ങൾ അത്ഭുതസ്തബ്ധരായിത്തീർന്നു. യഹൂദരുടെ ദേശത്തു നിന്നും ഒരു രാജാവ് വരുമെന്നും ആ വരവിൽ ആ ദേശത്തെ ക്ഷേത്രങ്ങളും അവയിലെ വിഗ്രഹങ്ങളും തകർക്കപ്പെടുമെന്നും പണ്ഡിതരായ ആളുകൾക്കിടയിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ജെറമിയ പ്രവാചകൻ പണ്ട് അവിടെ പ്രവാസിയായി കഴിഞ്ഞിരുന്ന കാലം മുതൽക്കാണ് ഈ കഥ പ്രചാരത്തിലായത്. എന്നാൽ ഈ പ്രവചനത്തെപ്പറ്റി സാധാരണ ജനങ്ങൾ അജ്ഞരായിരുന്നു.
ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം എങ്ങനെയെന്നും ആർക്കും അറിവില്ലായിരുന്നു. ഏശയ്യായുടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടായി. ഇപ്രകാരം ഭയചകിതരായവർ തിരുക്കുടുംബത്തെ സന്ദർശിച്ച് അവിടെ നടന്ന വിസ്മയകരങ്ങളായ ഈ സംഭവങ്ങളെപ്പറ്റി സംസാരിച്ചു. അവർ ഇത്രയും കാലം വഞ്ചിതരായി വ്യാജദൈവങ്ങളുടെ അടിമകളായിരുന്നുവെന്നും ഇനി ജീവനുള്ള ദൈവത്തെ സ്വന്തമാക്കണമെന്നും പരിശുദ്ധ മറിയം അവരെ പഠിപ്പിച്ചു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവം ഏകനാണ്. അവനെ മാത്രമേ ദൈവമായി ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാവൂ. മറ്റെല്ലാ ദൈവങ്ങളും മണ്ണും തടിയും ലോഹവും കൊണ്ട് മനുഷ്യക്കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ശില്പികൾ നിർമ്മിച്ച വെറും വിഗ്രഹങ്ങൾ മാത്രമാണ്. ഈ വ്യാജ ദൈവങ്ങളെ മനുഷ്യന് നിഷ്പ്രയാസം സ്വന്തം കരം കൊണ്ട് തച്ചുടയ്ക്കാൻ കഴിയും. മനുഷ്യന് വിഗ്രഹങ്ങളെക്കാൾ മഹത്വവും ശക്തിയുമുണ്ട്. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ ജീവനും ശക്തിയുമില്ലാത്തവയാണ്. ശക്തനായവൻ ജീവനുള്ള ഏകദൈവം മാത്രമാണെന്നും അവൾ അവരെ ബോധ്യപ്പെടുത്തി. ദൈവജനനിയുടെ ദിവ്യവചസ്സുകൾ മാധുര്യപൂർണവും ജീവൻ തുടിപ്പിക്കുന്നതും ഊർജം പ്രസരിപ്പിക്കുന്നതുമായിരുന്നു. അവളുടെ വചനങ്ങൾ ശ്രോതാക്കൾക്ക് ജ്ഞാനവെളിച്ചം പകർന്നു. തിരുക്കുടുംബം നാട്ടിലെല്ലാം പ്രസിദ്ധരായി. ഇവരെ കാണാനും കേൾക്കാനും അനേകർ ഓടിയെത്തി. ശക്തിയേറിയ പ്രാർത്ഥനകളാൽ അവതരിച്ച വചനം അവരിൽ വലിയ മാറ്റം വരുത്തി. വിഗ്രഹഭഞ്ജനം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എങ്കിലും സത്യദൈവത്തെ അറിയാനുള്ള അവസരം അവർക്ക് ലഭിച്ചു. പാപബോധവും പശ്ചാത്താപവും അവരെ വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചു. തിരുക്കുടുംബം ഈജിപ്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൂടി സഞ്ചരിച്ചപ്പോൾ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചു. വിഗ്രഹങ്ങളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യ ശരീരങ്ങളിൽ നിന്നും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെട്ടു. മാരക രോഗത്താൽ വലഞ്ഞവർ സൗഖ്യം നേടി. മനുഷ്യഹൃദയങ്ങൾ സത്യവെളിച്ചം ദർശിച്ചു. അവർ നിത്യജീവിതത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞു. തിരുക്കുടുംബത്തിന്റെ സദ്വചനങ്ങൾ അവരെ വിശുദ്ധവും മാതൃകാപരവുമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു. ഈജിപ്തിലെ പ്രവാസകാലത്ത് സംഭവിച്ച അനേകം അത്ഭുത കഥകളുടെ ഓർമ്മകൾ പരമ്പരാഗതമായി പ്രചരിച്ചു പോരുന്നുണ്ട്. ഇത്തരം കഥകൾ മൂലം അവർ താമസിച്ചിരുന്ന പട്ടണത്തെ സംബന്ധിച്ച് വേദപണ്ഡിതരുടെയും എഴുത്തുകാരുടെയും ഇടയിൽ പല തർക്കങ്ങളും നിലനിൽക്കുന്നു. അവർ പുരാതന നഗരമായ മെംഫിസ്, ഈജിപ്തിലെ ബാബിലോൺ, മാത്താതാരിയെ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയും മറ്റനേകം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കു ലഭിച്ച അറിവിൻ പ്രകാരം അവർ ഈ പ്രദേശങ്ങളൊക്കെ കടന്ന് ഹീലിയോപോളിസിൽ, അതായത് സൂര്യന്റെ നഗരം, അവിടെ ചെന്ന് സ്ഥിരതാമസമാക്കിയെന്നാണ്. മാലാഖമാർ അവരെ ഹീലിയോപോളിസിൽ കൊണ്ടെത്തിച്ച് അവിടെ വസിക്കാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഈ നഗരം സൂര്യന്റെ നാമം പേറുന്നതാകയാൽ നീതിസൂര്യൻ അവർക്ക് വെളിപ്പെടുകയും ദൈവപ്രസാദവരം അവരുടെ മേൽ ചൊരിയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ സത്യദൈവത്തെ അറിഞ്ഞു. മാലാഖമാരുടെ നിർദ്ദേശമനുസരിച്ച് തിരുക്കുടുംബത്തിന്റെ വാസത്തിനായി ഉചിതമായ വില നൽകി ഒരു വീടു കണ്ടെത്താൻ വിശുദ്ധ യോസേപ്പ് ശ്രമം ആരംഭിച്ചു. ദൈവനിയോഗപ്രകാരം എളിയതും ദരിദ്രവും എന്നാൽ വസിക്കാൻ കൊള്ളാവുന്നതുമായ ഒരു വീട് നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ അവർക്ക് ലഭിച്ചു. ഇത് പരിശുദ്ധ മറിയത്തിന്റെ മനസ്സിനിണങ്ങിയതുമായിരുന്നു. തിരുക്കുടുംബം ഭൗതിക ലോകത്തിൽ തിരസ്കൃതരും നിരാലംബരുമായെങ്കിലും പുതിയ ഭവനത്തിൽ ഏറ്റവും ആനന്ദത്തോടും സംതൃപ്തിയോടും കൂടി താമസം ആരംഭിച്ചു. ആ വീടിന് 3 മുറികൾ ഉണ്ടായിരുന്നു. ഒരു മുറി പരിശുദ്ധ അമ്മയുടെയും ദിവ്യ ശിശുവിന്റേതുമായിരുന്നു. ആ മുറിയിൽ ശിശുവിന്റെ തൊട്ടിലും പരിശുദ്ധ അമ്മയ്ക്ക് ശയിക്കാനുള്ള വിരിപ്പില്ലാത്ത ചെറിയ ശയ്യയും ഒരുക്കി. ഏതാനും ദിവസങ്ങൾക്കു ശേഷം ജീവിത പങ്കാളിയുടെ ശ്രമഫലമായും ഭക്തരായ അയൽ സ്ത്രീകളുടെ സഹായം കൊണ്ടും ശയ്യയിൽ വിരിക്കാനുള്ളതും അവർക്ക് ലഭിച്ചു. മറ്റൊരു മുറി വിശുദ്ധ യോസേപ്പിന്റെ കിടപ്പറയും പ്രാർത്ഥനാ മുറിയുമായിരുന്നു. 3ാമത്തെ മുറി വിശുദ്ധ യോസേപ്പിന്റെ തൊഴിൽശാലയുമായി. തച്ചൻ എന്ന നിലയിൽ ന്യായമായ തൊഴിലവസരങ്ങളുടെ അഭാവം മൂലം കുടുംബത്തെ പോറ്റാനായി വിശുദ്ധ യോസേപ്പിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. അയൽക്കാരായ ഭക്ത സ്ത്രീകൾക്ക് പരിശുദ്ധ കന്യകയുടെ സത്പ്രവൃത്തികളും മാധുര്യമുള്ള വാക്കുകളും ഏറെ ആകർഷകമായിരുന്നു. അവരുടെ സഹായത്തോടെ തുന്നൽ ജോലികൾ ചെയ്യാനുള്ള അവസരം അമ്മയ്ക്ക് ലഭ്യമായി. അവൾ ചെയ്ത ജോലികൾക്കെല്ലാം പൂർണ്ണതയും മനോഹാരിതയും ഉണ്ടായിരുന്നു. തന്മൂലം അവൾക്ക് അയൽപ്പക്കങ്ങളിലെല്ലാം സൽപ്പേരുണ്ടായി. എല്ലാവരും അവളുടെ പക്കൽ വരികയും തങ്ങൾക്കാവശ്യമുള്ള ജോലികൾ ചെയ്തു വാങ്ങുകയും ചെയ്തു. അങ്ങനെ ജോലിയിൽ നിന്ന് ലഭ്യമായ വരുമാനം കൊണ്ട് തന്റെ തിരുപുത്രന്റെ ജീവസന്ധാരണം എളിയ തോതിൽ നടത്തിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ ഭക്ഷണവും വസ്ത്രവും
വീട്ടുപകരണങ്ങളും സമ്പാദിക്കുന്നതിന് പരിശുദ്ധ രാജ്ഞി അത്യധ്വാനം ചെയ്തിരുന്നു. പകൽ മുഴുവനും ഇതിനായുള്ള അധ്വാനത്തിലും രാത്രി ആധ്യാത്മിക അഭ്യാസങ്ങൾക്കുമായി അവൾ വിനിയോഗിച്ചു. ഭൗതിക ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്കു വേണ്ടി കാത്തിരിക്കാതെ സ്വന്തം അധ്വാനത്തിലാണ് അവൾ ആശ്രയിച്ചത്. മനുഷ്യൻ പലപ്പോഴും ഉദാസീനത കൊണ്ടാണ് അത്ഭുത പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ മറിയം തന്റെ മകന്റെ നല്ല വളർത്തലിനായി ദൈവത്തോട് സദാ പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം തന്റെ അധ്വാനം തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ അവൾ അധ്വാന ബലത്തിൽ മാത്രം ആശ്രയിക്കാതെ തന്റെ പ്രയത്നങ്ങളെ പ്രാർത്ഥനയുമായി ലയിപ്പിച്ചിരുന്നു. ഈജിപ്തു ദേശത്തെ അത്യധികമായ ഉഷ്ണവും നാനാതരത്തിലുള്ള അസ്വസ്ഥതകളും നിമിത്തം ദേശവാസികളുടെ ഇടയിൽ പലതരം സംഘർഷങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു. തിരുക്കുടുംബം ഹീലിയോപോളിസിൽ താമസിച്ചിരുന്ന സമയത്ത് ആ പ്രദേശത്ത് വലിയ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. തിരുക്കുടുംബത്തിന്റെ അത്ഭുത ശക്തികളെപ്പറ്റി കേട്ടറിഞ്ഞ് അനേകം മനുഷ്യർ അവരുടെ പക്കൽ അഭയം തേടുകയും ആത്മശരീരങ്ങൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിന്റെ അർത്ഥനയനുസരിച്ച് ദൈവം വിശുദ്ധ യൗസേപ്പിനെ രോഗശാന്തി ശുശ്രൂഷയ്ക്കും സതുപദേശങ്ങൾ നൽകുന്നതിനുമായി സഹായിയായി നിയമിച്ചു. മെസ്രൈനിലെ പ്രവാസത്തിന്റെ 3-ാം വത്സരത്തിൽ പരിശുദ്ധ മറിയം വിശുദ്ധ യൗസേപ്പിന്റെ സഹായം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി. വിശുദ്ധ യൗസേപ്പ് പുരുഷന്മാർക്ക് രോഗശാന്തി നൽകിയപ്പോൾ പരിശുദ്ധ കന്യക സ്ത്രീകളെ ശുശ്രൂഷിച്ചു. അവരുടെ പക്കൽ വന്ന മനുഷ്യർ ആത്മാവിൽ ശക്തിപ്പെട്ടു. മാതാവിന്റെ ഔദാര്യവും വരപ്രസാദപൂരിതമായ വാക്കുകളും മനുഷ്യരെ അവളിലേക്ക് ആകർഷിച്ചു. അവളുടെ ജീവിത വിശുദ്ധിയും എളിമയും അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറച്ചു. അവർ അമ്മയ്ക്ക് അനേകം വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ നൽകുകയും അവ സ്വന്തമായി ഉപയോഗിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അവൾ അവയൊക്കെ സൗമ്യമായി തിരസ്കരിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിക്കുക എന്നതായിരുന്നു അവളുടെ നിലപാട്. ചിലർ കൊണ്ടുവന്ന ഉപഹാരങ്ങൾ പാവങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കണ്ടപ്പോഴൊക്കെ അവ സ്വീകരിക്കുകയും അത് ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ നൽകുകയും ചെയ്തു. ഈയൊരു വ്യവസ്ഥ മുൻനിർത്തി മാത്രമായിരുന്നു തന്റെ പക്കൽ വരുന്ന ഭക്തരായ നല്ലവരിൽ നിന്നും അവരുടെ അഭ്യർത്ഥനകളെ മാനിച്ച് എന്തെങ്കിലും സ്വീകരിച്ചിരുന്നത്. അത്തരം അവസരങ്ങളിൽ പോലും താൻ സ്വയം നിർമ്മിച്ച ഏതെങ്കിലും ചെറു സമ്മാനങ്ങൾ പ്രത്യുപകാരമായി അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. സൃഷ്ടികളുടെ അധരങ്ങൾക്ക് വിവരിക്കാനോ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കാനോ കഴിയുന്നതല്ല വരപ്രസാദപൂരിതയും പുണ്യപൂർണയുമായ പരിശുദ്ധ മറിയത്തിന്റെ പ്രവർത്തനങ്ങൾ. തന്റെ എല്ലാ പ്രവൃത്തികളിലും മാതാവ് മാലാഖമാരെ വെല്ലുന്ന ജ്ഞാനം പ്രകടമാക്കി. തന്റെയും തന്റെ പുത്രന്റെയും മധ്യസ്ഥതയിലൂടെ കർത്താവ് വിശുദ്ധ കുഞ്ഞി പൈതങ്ങളുടെ മേൽ അനന്തമായ കൃപ ചൊരിഞ്ഞു. വരദാനങ്ങളിൽ വെച്ച് ഏറ്റവും സ്തുത്യർഹമായി പരിശുദ്ധ കന്യകാമറിയം കരുതുന്നത് ഇതാണ്: 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, അവരിൽ ചിലർ 8 മാസം, 6 മാസം, 8 മാസം എന്നിങ്ങനെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തങ്ങളുടെ പ്രായത്തിനപ്പുറം ജ്ഞാനം നേടിയിരുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ പുണ്യങ്ങളാൽ അവർ വീരോചിതമായി ദൈവത്തിന് ആരാധനയർപ്പിച്ചു. അവരുടെ മാതാപിതാക്കളുടെ മേൽ അവർ ആദരവും കരുണയും വർഷിച്ചു. അവർ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിച്ച പ്രാർത്ഥന വഴി അവർക്ക് ദൈവപ്രകാശം ലഭിക്കുകയും ആത്മനിറവിലേക്കുയരാൻ വരപ്രസാദം ലഭിക്കുകയും ചെയ്തു. സ്വമനസാലെ തന്നെ കുഞ്ഞി പൈതങ്ങൾ രക്തസാക്ഷിത്വം ഏറ്റെടുത്തു. അവരുടെ ഇളം പ്രായം പരിഗണിച്ചില്ല. അതുമൂലം അവരനുഷ്ഠിച്ച ത്യാഗം കൂടുതൽ ദീപ്തമായി. അവരുടെ മഹത്വം വർദ്ധിച്ചു. രക്തസാക്ഷികളായ കുഞ്ഞി പൈതങ്ങളെ ഒരു വലിയ മാലാഖവൃന്ദം എതിരേറ്റ് അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. അവരെത്തിയപ്പോൾ പൂർവ്വപിതാക്കളുടെ ആത്മാക്കൾ ആനന്ദഭരിതരായി. ഈ വരവ് തങ്ങൾക്കുടൻ ലഭ്യമാകാൻ പോകുന്ന സ്വർഗപ്രാപ്തിയെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ ഉണർത്തി. ഈ അനുഭവങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും പ്രാർത്ഥനകളായിരുന്നു. അത്ഭുതങ്ങളെല്ലാം കണ്ടറിഞ്ഞ പരിശുദ്ധ അമ്മ ദൈവിക തീഷ്ണതയാൽ ജ്വലിച്ച് ഇപ്രകാരം സന്തോഷം പ്രകാശിപ്പിച്ചു: മക്കളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. എന്നിട്ടവൾ അവരോടൊപ്പം അത്ഭുതങ്ങളുടെ കർത്താവിന്റെ നന്മയെയും സർവശക്തിയെയും വാഴ്ത്തി. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. പ്രിയപ്പെട്ട മകളെ, നീ ഇതുവരെ എഴുതിയതിൽ നിന്നും ഒരു പാഠം സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്രയോ ആകാംക്ഷയോടും ഹൃദയഭാരത്തോടും കൂടിയാണ് നീ ഇതെഴുതിയതെന്ന് എനിക്കറിയാം. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടികളുടെ മകുടമായി സൃഷ്ടിച്ചു. അതെ, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ ആസ്വദിക്കാനുമായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ പൈശാചിക പ്രേരണകൾക്കടിമപ്പെട്ട്
നിഷ്കളങ്ക ശിശുക്കളുടെ രക്തമൊഴുക്കാൻ മാത്രം അവൻ അധപതിച്ചിരിക്കുന്നു. ഇതു കണ്ട നീ എത്രയധികം ദുഃഖിച്ചു. ഇനി നീ സമകാലീന ലോകത്തിലെ മനുഷ്യാത്മാക്കളുടെ നാശം കണ്ടിട്ട് ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. ഹെരോദേസ് രാജാവിനെ നീചകൃത്യങ്ങൾ ചെയ്യാൻ ഇടയാക്കിയതെന്തോ ആ ദുര തന്നെയാണ് ഇന്ന് സഭാമക്കളുടെ ഇടയിൽ ഭിന്നിപ്പും കലാപങ്ങളും ഉയർത്തുന്നത്. അതുവഴി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുകയും എണ്ണമറ്റ ആത്മാക്കൾ നശിക്കുകയും ചെയ്യുന്നു. എന്റെ മകൻ മനുഷ്യരക്ഷയ്ക്കായി ചൊരിഞ്ഞ രക്തം പാഴായിപ്പോകുന്നത് വേദനാജനകമാണ്. ഇതോർത്ത് നീ ദുഃഖിക്കുകയും പരിതപിക്കുകയും വേണം. മറ്റുള്ളവരിൽ നിന്ന് നീ പാഠങ്ങൾ പഠിക്കണം. ഹൃദയത്തിലേക്ക് നീചവികാരങ്ങളെ സ്വീകരിച്ചാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ധ്യാനിക്കണം. എന്തെന്നാൽ ഒരിക്കൽ ഈ വികാരങ്ങൾ നിന്റെ ഹൃദയത്തെ കീഴടക്കാൻ അനുവദിച്ചാൽ തക്ക അവസരം ലഭിക്കുമ്പോൾ കാമാതുരത നിന്നെ ശ്വാസം മുട്ടിക്കും. എതിർക്കുമ്പോൾ ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യും. ഇന്ന് ചുറ്റിലും ഇതേ അസ്വസ്ഥതകൾ ദർശിക്കാൻ കഴിയും. അധമ വികാരങ്ങളാൽ കീഴടക്കപ്പെടാതിരിക്കാൻ എപ്പോഴും ജാഗ്രത പാലിക്കുക. അതെത്ര ചെറുതായാലും സൂക്ഷിക്കണം. കാരണം ഏതു വലിയ അഗ്നിബാധയും തുടങ്ങുന്നത് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് ആയിരിക്കുമല്ലോ. ഈ മുന്നറിയിപ്പ് നിനക്ക് മുൻപും ഞാൻ തന്നിട്ടുള്ളതാണ്. ഭാവിയിലും ഇപ്രകാരം ഞാൻ ചെയ്യുന്നതാണ്. ധർമ്മനിഷ്ഠയിൽ വളരാനുള്ള ഏറ്റവും വലിയ തടസ്സം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള പ്രയാസമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ കരങ്ങളിൽ ഉപകരണമായി തീരണമെങ്കിൽ അധമ വികാരങ്ങൾക്കെതിരെ ഹൃദയവാതിലുകൾ അടയ്ക്കണം. അല്ലാതെ വിജയം അസാധ്യം. ദൈവത്തെയും അവിടുത്തെ മാലാഖമാരെയും നിരന്തരം അനുസരിക്കുക. ഇതായിരിക്കട്ടെ നിന്റെ സമ്പത്ത്. ദൈവവുമായുള്ള ആഴമായ ആത്മബന്ധം നിനക്ക് സാധ്യമാക്കി തരുന്നതും അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും ഈ വ്യവസ്ഥയിലാണ്. ഈ ഉദ്ദേശ്യത്തിൽ തന്നെയാണ് ഞാനും നിന്നെ എന്നോട് ചേർക്കുന്നതും.